മാനിഫെസ്റ്റ് എന്ന നമ്മുടെ മനോഹരമായ സംഘടനയെ ഏറെ നയിക്കുന്ന ഏറെ പ്രിയങ്കരിയായ ബെനിഷ മാം, ഷിഹാബ് സാർ, മാനിഫെസ്റ്റ് ടീം അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഷീ ക്ലബ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ പേര് സെറീന. ഞാൻ EFT തേർഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് എന്നെ ഈ ഒരു അവസരത്തിന് പ്രാപ്തയാക്കിയ സർവശിക്ഷനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ എനിക്ക് ഈ അവസരം തന്ന ബിനിഷ മാമിനോടും ഷഹാബ് സാറിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? അതൊരു പോസിറ്റീവ് വൈകാരികമായിട്ടുള്ള ഒരു ഭാവമാണ്. അതിൽ നന്ദി പറയലും അഭിനന്ദിക്കലും ഉണ്ട്. നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ മനുഷ്യർ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി കൊണ്ടുവരുമെന്ന് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സാധാരണ ദിവസം എടുത്താൽ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ഒരു ദിവസം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിച്ച് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും എന്താ പറയുക, നമുക്കുള്ള ശുദ്ധമായ വായു എത്രയോ ആളുകൾ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വസിക്കുന്നതാണ്. അതൊന്നും നമ്മൾ ഓർക്കാറില്ല. എപ്പോഴും നമുക്ക് ഇല്ലായ്മയെ കുറിച്ച് പരാതി പറയുന്നു. അതുപോലെ ശുദ്ധജലം, അതുപോലെ നമ്മൾ 4 നേരവും നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ നിമിഷം മുതൽ ജനിച്ചത് മുതൽ ഈ നിമിഷം വരെ നമുക്ക് ഉള്ള നമ്മുടെ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ശാരീരിക അവയവങ്ങൾ, എന്തിനധികം പറയണം, ഈ മൊബൈല് പോലും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് കൊണ്ടുതരുന്നത്. പക്ഷെ നമ്മൾ ഇല്ലായ്മയെ കുറിച്ച് എനിക്കതില്ല, ഇതില്ല, വീടില്ല, പണമില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ പറയുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു കുറവും ഇല്ലാതെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കള്, അതുപോലെ നമ്മുടെ ബാല്യകുമാരങ്ങൾ, കളർഫുള്ളാക്കി തന്ന നമ്മുടെ കൂടപ്പിറപ്പുകള്, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ, അറിവ് പകർന്നു തന്ന അധ്യാപകര്, അതുപോലെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ഇണകള്, നമുക്ക് സ്നേഹവും തണലും എല്ലാം തരും നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ മിടുക്കരായ മക്കള്, നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകള്, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസി, ഇങ്ങനെ ഓരോരുത്തരോടും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കണം. നമ്മുടെ കുട്ടികളെയും തീർച്ചയായിട്ടും സമൃദ്ധിയുടെ ലോകത്ത് വളരുന്ന ഇന്നത്തെ നമ്മുടെ കുട്ടികളെയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിരന്തരമായ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു. ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പമീൻ, സെറട്ടോണിൻ ഇവയുടെ അളവെല്ലാം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിന് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പോഷകാഹാരം കഴിക്കും. അതുപോലെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടൂള് തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നിരന്തരം പറയുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന കുറച്ച് പ്രയോജനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് സ്ട്രെസ് കുറക്കാൻ പറ്റും. പിന്നെ ഓവർ തിങ്കിങ്, ഡിപ്രഷൻ ഇതെല്ലാം കുറക്കാൻ പറ്റും നിരന്തരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം, വിൽ പവർ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദേഷ്യം ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ശരിക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തവരോട് പോലും നമുക്ക് ക്ഷമിക്കാനും പറ്റും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണതെന്ന് ആലോചിച്ച് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ടാപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ വഴി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ
ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാം. അതുപോലെ രാത്രി കിടക്കാൻ നേരം ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കാം. ജീവിതത്തിൽ അന്നന്ന് സംഭവിച്ച എന്താ പറയാ സംഭവിച്ച 3 അനുഗ്രഹങ്ങൾ, മിനിമം 3 അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുകയും അത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് അതിന് നന്ദി പറയുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ഒരുപാട് ആശ്വാസം, സന്തോഷം നമ്മുടെ മനസ്സിന് കിട്ടും. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അത് തുടർന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ ജീവിതത്തിൽ പറയാറുണ്ട്. അള്ളാഹുവിനെ തീർച്ചയായിട്ടും സ്തുതിക്കാറുണ്ട്. എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ പോസിറ്റീവ് കാര്യങ്ങളെ കാണാനുള്ള അങ്ങനെയുള്ള ഈ ചെറിയ അനുഗ്രഹങ്ങൾ, അതുപോലെ വലിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത് ഞാൻ ശീലമാക്കിയത് ഈ വുമൺ എംപവർമെന്റ് വിത്ത് EFT എന്ന കോഴ്സിൽ വന്നതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റായി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് തുടങ്ങിയപ്പോൾ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ, സമൃദ്ധി, അവസരങ്ങൾ ഇതൊക്കെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ജീവിതം കൂടുതൽ എന്താ പറയുക, കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക, ഓരോ നിമിഷവും അറിഞ്ഞ് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വന്ന, ശരീരം ടയർഡാകുമ്പോൾ മാത്രം റെസ്റ്റ് എടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ശരിക്കും വന്നത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ജീവിതം നമുക്ക് അനുകൂലമാക്കി തിരിക്കാനുള്ള ഒരു സ്വിച്ച് ആണെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ജീവിതം കൂടുതൽ സന്തോഷകരവും അഭിവൃദ്ധിയുള്ളതുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം ആശംസിക്കുന്നു. നിർത്തട്ടെ. നമസ്കാരം.